ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ 4 പ്രതികൾക്ക് റെമിഷൻ കൊടുക്കാനുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അവിടുത്തെ സൂപ്രണ്ട് ചാർജുള്ള ജോയിൻറ്റ് സൂപ്രണ്ട് ശ്രീജിത്ത്, അയാളുടെ കൂടെ അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് പി.ജി. അരുണും അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഗോപി രഘുനാഥും തയ്യാറാക്കിയ ഒരു ലിസ്റ്റ്. കാരണം റെമിഷൻ അർഹതയുള്ളവരുടെ ഒരു റിപ്പോർട്ട് അവരുടെ പേരുകൾ സഹിതം ഗവൺമെൻറ്റിൽ കൊടുക്കാനായിട്ട് തയ്യാറായി. അതിൽ ചില വേരിഫിക്കേഷൻ നടത്തി. അപ്പോൾ കെ രമയെ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ മെസ്സേജ് വന്നു. കാരണം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം. ടൗസർ മനോജ് എന്ന് പറഞ്ഞ ആൾ, അയാൾ ലോക്കൽ സെക്രട്ടറിയാണ്. അയാൾക്ക് റെമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വിളിയാണ് ടൗസർ മനോജിൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കെ രമയ്ക്ക് വന്നത്. ഇതോടെ പൂച്ചുവിളിയിലായി. ഈ ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട 12 പേർക്ക് 4 പേർക്ക് റെമിഷൻ കൊടുക്കാനുള്ള നടപടി കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നടത്തിയത് വെളിയിലാകുകയാണ് ഉണ്ടായത്. 2012 മെയ് 4 ടി.പി. ചന്ദ്രശേഖരനെ ഒഞ്ചിയത്ത് വെച്ച് കൊലപ്പെടുത്തിയത്. അതിനകത്ത് കോഴിക്കോടുള്ള ചന്ദ്രശേഖരനെ അറിയാത്ത വാടക ഗുണ്ടകൾ 3 പേര്, കൂടെ ഏകദേശം 8-9 പേരും 12ഓളം പേരാണ് ആ കേസിനകത്ത് ഉൾപ്പെട്ടത്. 26ഓളം ആൾക്കാർ പ്രതികളായി, പലരും വിട്ടുപോയി. പക്ഷേ 12 പേരെ ശിക്ഷിച്ചു, ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ആ 12 ഒരാൾക്ക് 3 വർഷമാണ് ശിക്ഷ, അത് തെളിവ് നശിപ്പിച്ചതിന്. അങ്ങനെ 12 പേർക്ക് ശിക്ഷ കിട്ടി. മാറാട് കേസുമായിട്ട് ബന്ധപ്പെട്ട ജില്ലാ ജഡ്ജി ആ കോടതി തന്നെയായിരുന്നു ഈ ടി.പി. ചന്ദ്രശേഖരൻ്റെ കേസിൻ്റെ ട്രയൽ നടന്നത്. ആ കേസിനകത്ത് 12 പേരെ വീണ്ടും ഹൈക്കോടതി 2024 ഫെബ്രുവരി മാസം സമൻ ചെയ്തു. ഡിവിഷൻ ബെഞ്ച് അപ്പീലിൽ ഇവരെ വീണ്ടും സമൻ ചെയ്തു. വിട്ടുപോയവരെ ഉൾപ്പെടെ 26 പേരെയും പ്രതികളായ 26 പേരെയും കോടതിയിൽ വിളിച്ചു വരുത്തി. അവർക്ക് 11 പേർക്ക് ഇരട്ട ജീവപര്യന്തം കൊടുത്തു. 20 വർഷം. 20 വർഷം കഴിഞ്ഞ് മാത്രമേ അവരുടെ റെമിഷൻ പോലും പരിഹരിക്കാൻ പാടുള്ളൂ എന്നാണ് കോടതി വിധി. ഇത് കിടക്കുന്നിടത്തോളം കാലം ഈ വാടക ഗുണ്ടകൾക്കും അവരെ സംഘടിപ്പിച്ചവർക്കും ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ കുറ്റചാർജിനകത്ത് പ്രതികളായ ഇവർ റെമിഷൻ കിട്ടാതെ 20 വർഷം ജയിലിൽ കിടക്കുന്നത് ആരും അറിയാതെ ഇവർക്കൊരു റെമിഷൻ കൊടുത്ത് പറഞ്ഞുവിടാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇത് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആ ജയിൽ സൂപ്രണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 2 പേരും ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ആദ്യം ജയിലിൽ നിന്ന് റെമിഷൻ കൊടുത്ത് വിടാനുള്ളവരെ 30/6/2024 ജാമ്യത്തിൽ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പോകുന്നവരെ ഒഴിച്ച് ബാക്കിയുള്ളവരെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത ആ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കൊടുത്ത ലിസ്റ്റിനകത്ത് അനർഹരായ പലരും കയറിക്കൂടിയെന്ന് മനസ്സിലായപ്പോൾ അത് തിരിച്ചയച്ചു. വീണ്ടും ഒരു ലിസ്റ്റ് അയക്കാനായിട്ട് പറഞ്ഞു. അനർഹർ ഇറങ്ങിക്കൂടാതെ കൃത്യമായ ഒരു റിപ്പോർട്ട് അയക്കാനായിട്ട് പറഞ്ഞ് മടക്കി അയച്ചിരുന്നു. ഇപ്പോഴേ ജയിൽ സൂപ്രണ്ട് 188 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി. അതിനകത്ത് 20 വർഷം കഴിഞ്ഞ് മാത്രമേ റെമിഷൻ പരിഹരിക്കാവൂ എന്ന് പറഞ്ഞ 3 വാടക കൊലയാളികളും ടൗസർ മനോജും 4 പേരെയും കൂടെ ചേർത്ത് അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ഇതാണ് വളരെ വിവാദമായത്. ഇതൊരു കോട്ട ലക്ഷ്യം തന്നെയാണ്. സിവിൽ ലയബിലിറ്റി ഉണ്ട് അതിനകത്ത്. കോടതി പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി, ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതിന് വിരുദ്ധമായി ഗവൺമെൻറ് ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. അങ്ങനെ ആരാണ് ഈ ജയിൽ സൂപ്രണ്ടിന് ആ ലിസ്റ്റിനകത്ത് ഇവരെയും കൂടെ ഉൾപ്പെടുത്താൻ പറഞ്ഞതെന്ന് അറിയില്ല.
അസംബ്ലിയിൽ ഇത് വളരെ വിവാദമായ പ്രശ്നങ്ങളായി. അതിനെ സംബന്ധിച്ച് ചില മുഖ്യമന്ത്രി മറുപടി പറയാനായിട്ട് അസംബ്ലിയിൽ ഇല്ലാതെ വന്നു. ആ സമയത്ത് സ്പീക്കറും ഇല്ലാതെ വന്നു. മറ്റൊരു മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയാണ് ഉത്തരം പറഞ്ഞത്. ഏതായാലും ഈ ലിസ്റ്റ് തയ്യാറാക്കി അനർഹരായ 4 പേരെ വീണ്ടും അതിനകത്ത് കിടത്തി അവർക്ക് റിമിഷൻ കൊടുത്ത് അത് ജയിൽ ശിക്ഷ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ച ജയിൽ സൂപ്രണ്ടിനെയും അയാളുടെ താഴെയുള്ള 2 ജീവനക്കാരെയും ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തു. ഇതാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഈ സസ്പെൻഷൻ കഴിഞ്ഞ ഉടനെ ഇതിനകത്ത് ജയിലിലുള്ളവർക്ക് ജയിലിലെ ഓരോ ജില്ലയിലും തടവനുഭവിക്കുന്നവരെ അവർക്ക് വിടുതൽ ചെയ്യാനായിട്ട് അവർക്ക് റിമിഷൻ കൊടുക്കാൻ, ഇളവ് കൊടുക്കാൻ അവിടുത്തെ ജയിലിൻ്റെ ഉപദേശ സമിതിയുണ്ട്. ജില്ലാ കളക്ടറും ജില്ലയിലെ SP-യും അങ്ങനെയുള്ള ചില ഓഫീസേഴ്സും മറ്റ് ചില പൗരപ്രമുഖരും രാഷ്ട്രീയ നേതാക്കന്മാരടങ്ങുന്ന ആ ജയിലിലെ ആ കൗൺസിൽ അല്ലെങ്കിൽ ആ ഒരു കൗൺസിലിനെ അവർക്ക് ഇവരെ വിടാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഈ 4 പേരെ എങ്ങനെ ഉൾപ്പെടുത്തി കൊടുത്തു ജയിൽ സൂപ്രണ്ടെന്ന് മനസ്സിലാകുന്നില്ല. എങ്കിലും അവരെ അങ്ങോട്ട് ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ആ അനർഹരായ പലരും വീണ്ടും ഈ 4, പ്രത്യേകിച്ച് വിവാദമായ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ വാടക ഗുണ്ടകളായ ആ 4 പേരെ ഇതിനകത്ത് ചേർത്തതിലുള്ള പ്രതിഷേധം അസംബ്ലിയിലുണ്ടായി. KK രമയുടെ പ്രതിഷേധം നമ്മൾ കണ്ടു. കേരളത്തിലെ ഏറ്റവും ദാരുണമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു TP ചന്ദ്രശേഖരൻ്റെ. ഒഞ്ചിയത്ത് വെച്ച് 2 വീലറിൽ പോയ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇവർ പ്രതികൾ പോയി. അവർ ബോംബെറിഞ്ഞ് അദ്ദേഹത്തിനെ താഴെ വീഴിച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു ചെയ്തത്. 51 വെട്ട് കൊണ്ടു കിടന്ന TP ചന്ദ്രശേഖരൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ബ്രോഡ് ഡെഡായി പോയി. കൊട്ടേഷൻ സംഘങ്ങൾക്ക് ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തത്? അത് വളരെ വിവാദമായി. CPM പാർട്ടിയുടെ ചില വ്യക്തികൾ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നുവെന്നും അതിൻ്റെ ആ ഉൾപ്പെട്ടിരുന്ന വ്യക്തികളുടെ ഇതുവരെയുള്ള കേസിൻ്റെ അന്വേഷണത്തിലെ മുഴുവൻ വ്യക്തികളും ഉൾപ്പെട്ടിട്ടില്ല എന്നും അത് CBI ഇപ്പോൾ ആ കാര്യത്തിൽ ആരാണ് ആ കോൺസ്പിറസിയിലുള്ളവരെ പറ്റി അന്വേഷണം നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ 4 പേരെയും വാടക ഗുണ്ടകളെയും അവരെ റിമിഷൻ കൊടുത്ത് വിടാനുള്ള നീക്കം സർക്കാർ തലത്തിലുണ്ടായി എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എങ്കിലും അങ്ങനൊരു നീക്കം നടന്നതിനുള്ള തെളിവുള്ളതുകൊണ്ടാണ് 4 പ്രിസൺ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉള്ളത്, ഒരു കോടതിയിലെ ഒരാളെ ശിക്ഷിച്ചാൽ, കൊലക്കേസിലോ ഏതെങ്കിലും കേസ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷ വിധിച്ച അന്ന് തന്നെ അയാളെ ജയിലിലോട്ട് പറഞ്ഞു വിടും. ആ ജയിലിൽ പറയുന്നതോടൊപ്പം ഒരു വാറണ്ട് കൂടെ കൊടുക്കും. ആ കേസിൻ്റെ നമ്പർ ഉണ്ടാവും, പ്രതിയുടെ പേരും അഡ്രസ്സ്, അയാളെ ശിക്ഷ എത്ര വർഷത്തേനാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉള്ള ഒരു വാറണ്ട് കൂടെ ചേർത്താണ് ജയിലിലേക്ക് അയക്കുന്നത്. പക്ഷേ ഒരു ജയിലിലും ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി അവൈലബിൾ അല്ല. പല കേസിലും ഞാൻ ചില പ്രതികളെ ചോദ്യം ചെയ്യാനായിട്ട് ജയിലിലൊക്കെ പോയപ്പോൾ അവരെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനായിട്ട് ജഡ്ജ്മെൻറ്റ് ചോദിച്ചപ്പം അതൊന്നും ആ ജയിലിൽ കിട്ടാറില്ല, അയച്ചു കൊടുക്കാറില്ല. ഇവിടെ ഹൈക്കോടതിയുടെ ഫെബ്രുവരി 2024 ആ ഉത്തരവ് പ്രകാരം ഇവർക്ക് 22 ജീവപര്യന്തം തടവിലാണ് കിടക്കുന്നതെന്നുള്ള വിവരം ഒഫീഷ്യലായിട്ട് ആ ജഡ്ജ്മെൻറ്റ് പ്രകാരം അവർക്ക് ലഭിച്ചില്ല എന്നുള്ള വസ്തുതയുണ്ട്. അതുകൊണ്ട് ഓരോ കേസിലും ആ തടവ് വിധിക്കുന്ന പ്രതികളുടെ ഒപ്പം അന്നേ ദിവസം ചിലപ്പം ആ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി ലഭ്യമാകില്ല. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാലും ഉണ്ടാവുള്ളൂ. പക്ഷേ അത് ജയിൽ ജീവനക്കാർ കോടതിയിൽ നിന്ന് വന്ന് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പോലീസ് മുഖേന ആ ഓരോ കൺവിക്റ്റിൻ്റെയും ആ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി ജയിലിൽ എത്തിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ തന്നെ ഹൈക്കോടതിയുടെ ഫെബ്രുവരി 2024 ആ 8 ജീവപര്യന്തത്തിൻ്റെ വിധിയുടെ കോപ്പി അവർക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് ലഭ്യമായിട്ടില്ല. അത് സാധാരണ കൊടുക്കാറുമില്ല. അതുകൊണ്ട് ആ ഒരു വീഴ്ച ഇവിടെ ഉണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് ഓരോ പ്രതികളെയും ശിക്ഷിക്കുമ്പം ആ വാറണ്ടിനൊപ്പം ജഡ്ജ്മെൻറ്റ് ലഭ്യമാകണം. ജഡ്ജ്മെൻറ്റ് അന്നേ ദിവസം റെഡിയായില്ലെങ്കിൽ അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ അത് പോലീസോ അല്ലെ ജയിൽ ജീവനക്കാരോ കോടതിയിൽ നിന്ന് ആ ജഡ്ജ്മെൻറ്റ് കോപ്പി ആ ജയിലിലെ ആ കൺവിക്റ്റിൻ്റെ അവൻ്റെ ഡീറ്റെയിൽസും ബയോഡാറ്റയുടെ ഒപ്പം ഈ ജഡ്ജ്മെൻറ്റ് കോപ്പി വെക്കുന്നത് ഉചിതമായിരിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ വന്നാൽ. കാരണം അത് നോക്കി വേണം ആ ലിസ്റ്റ് തയ്യാറാക്കാൻ ജയിൽ ജീവനക്കാർ. അതുകൊണ്ട് ഭാവിയിൽ ഓരോ കൺവിക്റ്റിൻ്റെയും ജഡ്ജ്മെൻറ്റ് കോപ്പിയും ജയിലിൽ സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത് നല്ലതാണ്.